എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് കുറച്ച് ചുരക്ക കറി വയ്ക്കാമെന്ന് വെച്ചിട്ടിരിക്കുക. അത് കാണുന്നുണ്ടോ എന്നറിയില്ല. അപ്പോൾ ഇതാദ്യമായിട്ടാണ് ഇവിടെ പുതിയ റൂമിൽ വന്നിട്ട് ഇതാദ്യമായിട്ടാണ് വീഡിയോ എടുക്കുന്നത്. അത് ഇവിടെ എങ്ങനെയാകുമ്പോൾ ഇവിടെ സൗകര്യമുണ്ട് കേട്ടോ, അങ്ങനെ വയ്ക്കാനായിട്ട് സൗകര്യമുണ്ട്. അപ്പോൾ നമുക്കൊന്ന് മൺചട്ടിയിൽ ചുരക്ക തൈര് ഒഴിച്ചിട്ട് ചെറുതായിട്ടൊരു കറി വയ്ക്കാമെന്ന് വെച്ചിട്ട്, എൻ്റെ ഒരു ഇതിൽ അങ്ങനെ വയ്ക്കാമെന്ന് വെച്ചിട്ട്. അപ്പോൾ നമ്മളിങ്ങനെ ചുരക്കി ഇട്ടു. ഇനി എന്താ ചെയ്യുക, ഇത് വേട്ടെ ചുരക്കാൻ മാത്രം ഇട്ടാൽ പോരാ, നമുക്ക് കുറച്ച് വെള്ളത്തിൽ വേവിക്കാം കേട്ടോ. അപ്പോൾ ഇതിനിപ്പോൾ എന്താ ചെയ്യുക, മഞ്ഞപ്പൊടി ഇടണം. മുളക് പൊടി ഇടില്ല ഞാൻ, മുളക് പൊടി ഇട്ടാൽ ഒരു മാതി ഉണ്ടായി. അപ്പോൾ മഞ്ഞപ്പൊടി ഇടുന്നത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന മഞ്ഞപ്പൊടി, അതുകൊണ്ട് കുറച്ചിട്ടാൽ മതി. പിന്നെന്താണ്, ഉപ്പാണ് ഇടേണ്ടത്. ഉപ്പ് ഞാൻ കല്ലുപ്പാണ് ഇടുന്നത്. ഇവിടെ ഈ ഭാഗത്താണ് ഉപ്പ് വെച്ചത്. കല്ലുപ്പ് കുറച്ചിട്ടാൽ മതി, പാകത്തിന് കല്ലുപ്പ് ഇടുക. തൈര് ഒഴിക്കുന്നതുകൊണ്ട് കുറച്ച് കൂടുതലിടണമെന്ന് മാത്രം. ഇതങ്ങനെ വേകട്ടെ. ഇത് വേകുമ്പോഴേക്ക് ഇത് വെന്തിട്ട് വരാതെ. ഇത് ചെറുക്കെ വേകുമ്പോഴേക്ക് നമുക്ക് കുരുമുളക് ജീരകം പോലെ വേണ്ടല്ലോ, പോലെ വേണ്ടിയിട്ട് കുരുമുളക് ഇതായി ഇത്ര ഇട്ടക്കാം. അളവുണ്ട് ഇതിന്. ഞാൻ മുളക് പൊടി ഇല്ലാത്തതുകൊണ്ട് കുറച്ച് കൂടുതൽ എടുക്കണം മാത്രം. ചോറ് വേണം. മുളക് പൊടി പിന്നെ കുറച്ചിടാം. കുരുമുളക് ജീരകം അത് വേകുമ്പോഴേക്ക് നമുക്ക് കുരുമുളക് ജീരകം മൂന്ന് കറിയും വെക്കാൻ ഉണ്ടാവും. ഇതിട്ട് പറഞ്ഞു കാണുക. അതിൻ്റെ സൗണ്ട് കുറച്ച് പൊട്ടായിട്ട് കിട്ടാൻ പറ്റില്ല. ചോറ്റ വന്നിട്ട് കുരുമുളക് ജീരകം. പിന്നെ ഇതിനുള്ള ഒരു 3 അല്ലി, ഒരു 4 അല്ലി വെളുത്തുള്ളി, പിന്നെ തന്നെ കുരുമുളകും ജീരകം പൊടിച്ച് വെച്ചതുണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ തൈര്. കുറേ ഒഴിച്ച് ചോറ് ഒഴിക്കാം. ഇതിനുള്ള തൈര് കുറച്ച് 2 സ്പൂൺ ഇട്ടാൽ മതി ഒരു മണത്തിന്. അപ്പോൾ ഇതൊക്കെ കൂടി ചെയ്തിട്ട് നമുക്കൊരു മോര് കറി ഉണ്ടാക്കാം ചുരക്കി വെച്ചിട്ട്. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ ഇത് വേഗട്ടെ കേട്ടോ. അപ്പോൾ തിളച്ചിട്ടില്ല, കണ്ടോ, തിളച്ചിട്ടില്ല, തിളക്കട്ടെ. അപ്പോൾ നമുക്കിത് ഇറക്കാട്ടോ. തുണി അവിടെ നോക്കും, ഇറക്കല്ല, എന്താണ് വെന്തിട്ടുണ്ട്. ചുരക്ക വെന്തു കണ്ട, വെന്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിൽ കുരുമുളകും ജീരകവും എല്ലാം കൂടെ പൊടിച്ചതിൽ ചേർത്തി. പിന്നെ എന്താണ്, വെളുത്തുള്ളി ഞാൻ ഇപ്പോഴേ ഇടേണ്ടതാണ്, അത് കുത്തിച്ചതയ്ക്കാൻ ഒരു മിനിറ്റ്. വെളുത്തുള്ളി കുത്തിച്ചേർത്ത്, വലിയ വെളുത്തുള്ളി കൊണ്ട് ഇങ്ങനെ കസക്കിയിട്ടുണ്ട്. ഇത് തിളക്കട്ടെ. ഇത് തിളച്ചിട്ട് നമുക്ക് കുറച്ച് 2 സ്പൂൺ തൈര് ഇട്ടിട്ട് അങ്ങനെ കച്ചവെളിച്ചെന്ന് വെച്ചിട്ടാക്കാം. അപ്പോഴേക്കും ഞാനിപ്പോൾ എന്താ ചെയ്തറിയോ, ഇവിടെ അടുത്തത് സ്റ്റവ് കത്തിച്ചിട്ട് നമ്മുടെ മുട്ട ഓംലേറ്റ് ഉണ്ടാക്കാൻ പോണ്. അപ്പോൾ ഇതിൽ ഉപ്പ്, ചെറിയ ഉള്ളി, പച്ചമുളക് പഴുത്തു. അപ്പോഴേക്കും അണ്ണക്കുട്ടി വരുന്നുണ്ടല്ലോ. അണ്ണക്കുട്ടി, അയ്യോ ഞാൻ കാണിച്ചു തരാവേ, ഇപ്പൊ കാണിച്ചു തരാട്ടാ. എന്താടാ, ചോറ് വേണാ? വീഡിയോ എടുക്കും. അതിൽ ചോറുണ്ട്. ആ ചോറ് കുറച്ചതാ എടുത്തിട്ട് ആള് വരും. ഇപ്പോ സംഭവം നേരത്തെ വരുന്നത് എന്താണെന്ന് അറിയില്ല. അപ്പം ഞാൻ അതിൽ കുറച്ച് വെക്കട്ടെ ചോറ്. ഇപ്പോൾ വന്നതാണ് കേട്ടോ, ഞാൻ കാണിച്ചു തരാമെന്ന് വെച്ചിട്ടിരുന്നു. അപ്പോഴേക്ക് വന്നില്ല. ആള് വരും എപ്പോഴും, അങ്ങനെ ഇടയ്ക്ക് വരുന്നതാ. പിന്നെ മുട്ട ഓംലേറ്റ് ഉണ്ടാക്കാൻ പോകുന്നു. വരുന്നുണ്ടല്ലോ. നിക്കടാ. നമ്മൾക്കിത് ഇറക്കി വയ്യ. കണ്ട, അയ്യോ നോക്കി. തൈരാണിത്, തൈര് കറി വെക്കാൻ പോവാണ്. കറി വെക്കാൻ കണ്ട, കഴിച്ചോ. പേടിയാണ്, ഓടിയാള്. നമ്മൾക്ക് എന്ത് ചെയ്യാം, കുറച്ച് 2 സ്പൂൺ തൈര് എടുക്കാം കേട്ടോ. ഞാൻ ഒരു കൈ കൊണ്ട് വീഡിയോ പിടിക്കാൻ ആരും ഇല്ലാത്തത് കൊണ്ട് നമ്മൾക്ക് 2 സ്പൂൺ തൈര് ഇടാം. 2.5 സ്പൂൺ ഇടാം. നമുക്കിതിൽ തൈരിട്ടുകൊണ്ട്
പിന്നെ അതിലൊന്നും പണിയില്ല കേട്ടോ, കഴിഞ്ഞു. തൈര് ഒഴിച്ചിട്ട് നന്നായി വെന്തു. അപ്പോൾ പിന്നെ തൈര് ഒഴിച്ചിറക്കന്നെ കൊണ്ടുപോകും. കുറച്ച് പിന്നെ ചാറ് പോലെ വേണം പറഞ്ഞപ്പോൾ ഇനിയിപ്പോൾ എന്ത് ചാറ ഉണ്ടാക്കുക. അപ്പോൾ ഇതൊരു പണിയാണെന്ന് വെച്ചിട്ട് അങ്ങനെ ചുരക്കിൽ കുറച്ച് തൈര് ഒഴിച്ചു ഒരു പുളിപ്പിന്. അപ്പോൾ അതങ്ങനെ ആയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് എന്താ ചെയ്യുക, ഇതിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കണ്ടാ, ഞാൻ അതുകൊണ്ടാണ് ബാക്ക് ക്യാമറ വെച്ചത് തന്നെ. എന്താടാ അപ്പോൾ നമ്മൾക്കിതിൽ കറുവേപ്പിലയില്ല. ഈ പുതിയ റൂമിൽ വന്ന് ഇനി ഒന്നൊന്ന് തുടങ്ങണം. അപ്പോൾ നമുക്ക് ഇത്തിരി പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അങ്ങനെ മോര് കറിയായി. ഇനി ഞാനിവിടെ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എന്തിനറിയോ, മുട്ട ഓംപ്ലേറ്റ് ഉണ്ടാക്കാൻ. അതിന് ഇവിടെ എണ്ണ ഞാൻ ബോട്ടലിൽ ഒഴിച്ച് വെച്ചിട്ടില്ല, അങ്ങനെ പൊട്ടിച്ചിട്ട് വെച്ചാണ്. കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാമെന്ന് വെച്ചിട്ട്. ഓയിലൊക്കെ ഇനി ഫസ്റ്റൊന്ന് തുടങ്ങിയിട്ട് വാങ്ങണം. എന്താ അയ്യോ, ഇതെങ്ങനെ ഒഴിക്കുക, ഒരു കൈ കൊണ്ട് വെച്ചിട്ട് മുട്ട ഓംപ്ലേറ്റ് ഉണ്ടാക്കാൻ മതിയാവും. അപ്പോൾ ആ എണ്ണ ചൂടാവട്ടെ. നമ്മുടെ ആൾ ഇങ്ങനെ വന്ന് പോയിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. വീഡിയോ ഇതായി. മനുഷ്യരോട് നല്ല ഇടപഴക്കമാണ്. കണ്ട ആളങ്ങനെ കഴിക്കാനായിട്ടേ ഭയങ്കര താമസം. പേടിയുണ്ട്. എന്നാൽ ഞാനിപ്പോൾ അത്രയ്ക്ക് വെച്ച് കൊടുക്കാത്തത് കാരണം പാവം അതിന് ചോറും കിട്ടണില്ല. രാവിലെ എണിച്ചിട്ട് ഇതാവണില്ല. അപ്പം നമ്മൾക്ക് ഇവിടെ നമ്മൾക്ക് മുട്ട ഓംപ്ലേറ്റ് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് ഞാൻ. ഇപ്പോൾ എണ്ണ ചൂടാവട്ടെ. ഇതിൽ ഈ മോര് കറിയിൽ ഇതിൽ കുറച്ച് കറിവേപ്പിലയൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ടുണ്ടാവും കേട്ടോ. കുറച്ച് തേങ്ങ അരച്ചൊഴിക്കാം, ഒക്കെ ചെയ്യാം. പക്ഷേ ഇപ്പോൾ സിമ്പിളായിട്ട് എളുപ്പ പണി ചെയ്താണ് ഞാനിത് ചൊരക്കക്കറി. അപ്പോൾ ഇതിൽ എണ്ണ ചൂടാവട്ടെ. നമ്മൾക്ക് ഇതൊഴിച്ചാലോ മുട്ട ഓംപ്ലേറ്റ് ഉണ്ടാക്കാം. ഇതൊക്കെ തന്നെയാണ് ഇന്നലത്തെ ഉച്ചക്കലത്തെ ഉച്ചയൂണിൻ്റെ സ്പെഷ്യൽ. അയ്യോ, ഇത് വേറെ അടുപ്പിൻ്റെ സ്റ്റൗവ് ശരിയില്ലാത്ത വേറെ നീങ്ങുക. ഒരാൾ പിടിക്കും വേണം. ഇത് നോക്ക്, ഉരുതി പോവാണ്. ചട്ടിയെ ഉരുതുന്നു നിൽക്കണില്ല. കാരണം പുതിയ അടുപ്പാണ്. പക്ഷെ അതിൻ്റെ വയ്ക്കുന്ന സാധനം അത്ര സ്ട്രോങ് ഇല്ല. അയ്യോ എൻ്റെ ദൈവമേ, എന്ത് ചെയ്യും. ഒരു കൈ കൊണ്ട് വീഡിയോ പിടിക്കണം, അതാണ് സംഭവം. പിടിച്ച് ചെയ്യാനും പറ്റില്ല. അതെല്ലാം മുറിഞ്ഞു പോയി. നേരെ പിടിച്ച് ഇതാക്കണമെങ്കിൽ ഒരു കൈ വേണം. ഇത് ഒരു കയ്യിൽ മൊബൈൽ പിടിച്ചിട്ട് വീഡിയോ എടുക്കാൻ. ഇതാണ് ഞാൻ വീഡിയോ എടുക്കാൻ എനിക്ക് റിസ്ക്. വീഡിയോ ചെയ്യാത്തതിൻ്റെ കാരണം ഒരാൾ പിടിക്കാൻ വേണം. മോനുണ്ടെങ്കിലും അവൻ പറഞ്ഞാലും കേൾക്കില്ല. അവൻ പോലെ വലുതാകെ മടി പിടിച്ചു. അപ്പം അത് കാരണം ഞാൻ തന്നെ ചെയ്യാമെന്നുള്ള ഒരു ഇതിൽ അങ്ങനെ മുട്ട ഓംപ്ലേറ്റ് റെഡിയായി. ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. മുട്ട ഓംപ്ലേറ്റായി. പിന്നെന്താണ്, ചൊരക്കക്കറി റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മളുടെ മെയിനാണ് ആളിപ്പോൾ വന്നിട്ട് പോയി കഴിഞ്ഞു. അവൻ്റെ ഭക്ഷണം കഴിഞ്ഞു. ഇനിയിപ്പോൾ നാളെ ഈ നേരത്തേക്കേ കാണുള്ളൂ. അല്ലെങ്കിൽ ഈ നേരത്ത് കാണുക, അല്ലെങ്കിൽ രാവിലെ 9 മണിക്ക് കാണാം. ഉച്ചയ്ക്ക് ശേഷം ഇപ്പം ഞാൻ രാവിലെ വെച്ച് കൊടുക്കാത്തത് കൊണ്ട് ഉച്ചയ്ക്ക് ശേഷം ആണ് വരുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഓക്കെ, ബായ്.